മനുഷ്യർ അവരുടെ പോഷണത്തിനായി കന്നുകാലികളെയും മറ്റ് മൃഗങ്ങളെയും ആശ്രയിക്കുന്നത് പോലെ ദൈവങ്ങളും ഭക്ഷണത്തിനായി മനുഷ്യനെ ആശ്രയിക്കുന്നുവെന്ന് വേദങ്ങൾ പ്രഖ്യാപിക്കുന്നു. അവർ നിസ്സഹായരായതിനാൽ അവരെ പോഷിപ്പിക്കുന്നതിന് ദൈനംദിന യാഗങ്ങൾ അനുഷ്ഠിക്കാൻ മനുഷ്യർ ബാധ്യസ്ഥരാണ്. അതാകട്ടെ തങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുവാനും സന്തതികളോടും സമാധാനത്തോടും കൂടി അഭിവൃദ്ധി പ്രാപിക്കാനും മനുഷ്യരെ സഹായിച്ചുകൊണ്ട് ദൈവങ്ങൾ അവരുടെ കടം വീട്ടുന്നു. അങ്ങനെ ദൈവങ്ങളും മനുഷ്യരും തമ്മിലുള്ള ബന്ധം സഹവർത്തിത്വവും പരസ്പര പ്രയോജനകരവുമാണ്. പ്രിയരെ, നമസ്കാരം. ഇവിടെ പരാമർശിക്കപ്പെടുന്നത് ദേവന്മാരുടെ രഹസ്യങ്ങളെക്കുറിച്ചും ഹിന്ദുമതത്തിലെ വേദദൈവങ്ങളെക്കുറിച്ചുമാണ്. ഹിന്ദുമതത്തിന് ഏകദൈവ വിശ്വാസം, ബഹുദൈവാരാധന, കുലദൈവ സങ്കല്പം, കാലഘട്ടത്തിലെ ദൈവം എന്നീ വശങ്ങളുണ്ട്. ഹിന്ദുമതത്തിലെ ദൈവങ്ങളും വ്യത്യസ്ത രീതികളിൽ ആരാധിക്കപ്പെടുന്നു. ഹൈന്ദവത വ്യക്തിപരമായ ദൈവങ്ങളുടെ ലളിതമായതും വ്യക്തിപരമായ ആരാധനയും അവരെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള വിപുലമായ ആചാരങ്ങളും അനുവദിക്കുന്നു. ഒരാൾക്ക് നേരിട്ടോ പുരോഹിതന്മാരുടെ മധ്യസ്ഥതയിലോ ദൈവങ്ങളെ സമീപിക്കാം. അവരെ ശാരീരികമായോ മാനസികമായോ അല്ലെങ്കിൽ ഈ രണ്ട് ഉപാധികളിലൂടെയും ആരാധിക്കാം. ഒരാൾക്ക് ഒരു ദേവതയുടെ മനോഹരമായതോ അല്ലെങ്കിൽ ഉഗ്രരൂപങ്ങളെയോ ആരാധിക്കാം. യഥാർത്ഥമായോ നിഷ്പക്ഷമായ ലക്ഷ്യങ്ങൾക്കായോ ലൗകികമോ ആത്മീയമായ ഉദ്ദേശങ്ങൾക്കായോ ആരാധിക്കപ്പെടാം. രൂപമില്ലാത്തതോ അനന്തമായതോ അദൃശ്യമായതോ ആയ ദൈവത്തെ അല്ലെങ്കിൽ നാമങ്ങളും രൂപങ്ങളും ഉള്ള ദൈവത്തെ ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യവും ഹൈന്ദവ ഭക്തർ ആസ്വദിക്കുന്നു. സമീപനങ്ങളിലും വിശ്വാസങ്ങളിലും ആചാരങ്ങളിലുമുള്ള ഇത്തരം വൈവിധ്യങ്ങൾ കാരണം ഹിന്ദുമതത്തെ തരംതിരിക്കുക പ്രയാസമാണ്. മതത്തിന്റെ ഒരു ശാസ്ത്രീയമായ നിർവചനത്തിനും അത് ചേരാത്തതിനാൽ ലോകത്തിന്റെ മതചരിത്രത്തിൽ അതിന് അതിൻ്റെതായ സ്ഥാനമുണ്ട്. ബഹുദൈവാരാധനയിൽ നിന്ന് ഏകദൈവ വിശ്വാസത്തിലേക്കും തിരിച്ചും ഹിന്ദുമതം പരിണമിച്ചുവെന്ന് പറയുന്നത് ശരിയല്ല. ആദ്യകാലം മുതൽക്ക് തന്നെ ഭാരതം ഈ ആചാരങ്ങളുടെയെല്ലാം ആസ്ഥാനമാണ്. അവയിൽ മിക്കതും അതിൻ്റെ പ്രധാന ലോകമതങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഹിന്ദുമതത്തിലേക്ക് കടന്നുവന്നു. ശൈവമതവും വൈഷ്ണവവും പോലുള്ള ഒന്നിലധികം പാരമ്പര്യങ്ങൾ ഹിന്ദുമതത്തിനുള്ളിൽ കൂടുതൽ സമയം വികസിക്കുകയും പ്രധാന വിഭാഗീയ പാരമ്പര്യങ്ങളായി ഉപഭൂഖണ്ഡത്തിൽ വളരുകയും ചെയ്തു. ഒന്നിലധികം തത്വചിന്തകളുടെയും വിശ്വാസ സമ്പ്രദായങ്ങളുടെയും സംയോജനം ഹിന്ദുമതത്തെ സമ്പന്നമാക്കുകയും അതിനെ വർണ്ണാഭമായതും ഊർജ്ജസ്വലമാക്കുകയും ചെയ്തു. ഇവർ അതിൻ്റെ സങ്കീർണതയും വൈവിധ്യവും വർദ്ധിപ്പിക്കുകയും അതിൻ്റെ തുടർച്ച ഉറപ്പാക്കുകയും ചെയ്തു. വൈവിധ്യമാർന്ന ജനവിഭാഗങ്ങളെ അനിഷേധ്യമായി ആകർഷിച്ചു. ഇന്ന് ഹൈന്ദവർ അനേകം ദൈവങ്ങളെയും ദേവതകളെയും ആരാധിക്കുന്നു. ദൈവങ്ങൾ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ടവരും വ്യത്യസ്ത ലോകങ്ങളിൽ ജീവിക്കുന്നവരുമാകാം. എന്നാൽ അവരെല്ലാം വലിയൊരു കൂട്ടുകുടുംബത്തിൽപ്പെട്ടവരാണ്, അതായത് വസുദൈവ കുടുംബം. അവരുടെ അന്തിമ സത്തയിൽ ബ്രഹ്മത്തെ പ്രതിനിധീകരിക്കുന്നു. വൈദിക മതം ഹിന്ദുമതത്തിൻ്റെ ഹൃദയമാണ്. കാരണം ഹിന്ദുമതത്തിൻ്റെ മിക്ക വിശ്വാസങ്ങളും വൈദിക മതത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. എങ്കിലും 2-3 സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഉപഭൂഖണ്ഡത്തിൽ നിലകൊണ്ടിരുന്ന വൈദിക മതത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് നാം ഇന്ന് ആചരിക്കുന്ന ഹിന്ദുമതം. വേദങ്ങളിൽ വൈദിക ദേവതകളെക്കുറിച്ചുള്ള നിരവധി പരാമർശങ്ങൾ അടങ്ങിയിരിക്കുന്നു. പ്രകാശത്തിൻ്റെയും പരിശുദ്ധിയുടെയും ശ്രേഷ്ഠതയുടെയും ജീവികളായ അവരെ ദേവന്മാർ എന്ന് വിളിക്കുന്നു. വേദങ്ങൾ അവരെ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വിഭാഗം ജീവികളായി പ്രഖ്യാപിക്കുന്നു. മധ്യമേഖലയിലെ സ്വർഗീയ ജീവികളായ യക്ഷന്മാർ, ഗന്ധർവന്മാർ, അസുരന്മാർ, മൃഗങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളാണവർ. ഇവരെല്ലാം സ്രഷ്ടാവായ ബ്രഹ്മാവിൻ്റെ മക്കളോ പേരക്കുട്ടികളോ ആണെന്നതാണ് യാഥാർത്ഥ്യം. ബ്രഹ്മം കുടുംബത്തലവനും ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവർ മൂത്ത പുത്രന്മാരുമായി ഒരു വലിയ കുടുംബം. ദേവന്മാർ സ്വർഗത്തിൽ വസിക്കുന്നു. ഖഗോള ജീവികൾ മധ്യമേഖലയെ ഉൾക്കൊള്ളുന്നു. മനുഷ്യർ, മൃഗങ്ങൾ, പ്രാണികൾ മുതലായവ മർത്യലോകത്തും പ്രപഞ്ചത്തിലെ ഇരുണ്ട ശക്തികളായ അസുരന്മാർ അധോലോകത്തും വസിക്കുന്നു. ആദ്യകാല വൈദിക മതം 4 തല പ്രപഞ്ചത്തെ മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ. കാലം കഴിയുന്തോറും ലോകങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു. അത് താഴ്ന്നതും ഉയർന്നതുമായ 14 ലോകങ്ങൾ മുതൽ അനന്തമായ ലോകങ്ങളും സ്ഥൂലവും സൂക്ഷ്മവുമായ തരത്തിലുള്ള പ്രപഞ്ചങ്ങൾ വരെ പരാമർശിക്കുന്നു. നശ്വര ലോകത്ത് പോലും ജന്തുക്കൾ, മിത്തുകൾ, പാമ്പുകൾ മുതലായവ ജീവിക്കുന്ന ജലലോകങ്ങളും ഭൂഗർഭ ലോകങ്ങളുമുണ്ട്. അവരെ കൂടാതെ ത്രിമൂർത്തികൾക്ക് പ്രത്യേക ലോകങ്ങളുണ്ട്. ശക്തികൾക്ക്, അതായത് മാതൃദേവതകൾക്ക് അവരുടേതായ ലോകങ്ങളുണ്ട്. അങ്ങനെ വൈദിക മതം ദേവന്മാരുടെയും ദേവതകളുടെയും മനുഷ്യരുടെയും മറ്റ് ജീവജാലങ്ങളുടെയും സങ്കീർണമായ ഒരു പ്രപഞ്ചത്തിന് അടിത്തറയിട്ടു. ഓരോരുത്തരും സാർവത്രിക ക്രമത്തിൻ്റെ ഭാഗമായി ചില ധർമ്മങ്ങൾ അല്ലെങ്കിൽ നിർബന്ധിത കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവയെല്ലാം എണ്ണമറ്റ പേരിൽ നടക്കുന്ന, നേരിട്ട് ആരാധിക്കപ്പെടാത്ത, എന്നാൽ എല്ലാ ആരാധനകളുടെയും വഴിപാടുകളുടെയും അന്തിമ സ്വീകർത്താവായി ഒരു നൂലിലൂടെ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നതായി കണക്കാക്കപ്പെടുന്ന ബ്രഹ്മമാണ്. ആളുകൾക്കിടയിൽ ഭിന്നിപ്പുകളും വർഗങ്ങളും ഉള്ളതുപോലെ ഹിന്ദുമതത്തിലെ ദൈവങ്ങളും വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെടുന്നു. സൂചിക സ്തൂപത്തിനു മുകളിൽ ബ്രഹ്മമാണ്. അദ്ദേഹത്തിന് താഴെ ത്രിമൂർത്തികളായ ബ്രഹ്മാവും വിഷ്ണുവും ശിവനും അവരുടെ പത്നിമാരുമുണ്ട്.
മധ്യനിരയിൽ വൈദിക ദേവന്മാർ, ദിശയുടെ ഭരണാധികാരികൾ അഥവാ ദിക്പാലകർ, ഗ്രഹദൈവങ്ങൾ, ത്രിമൂർത്തികളുടെ സഹദൈവങ്ങൾ, അവരുടെ മക്കൾ, പ്രകടനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. അവയ്ക്ക് താഴെ മഹാത്മാക്കൾ അഥവാ സിദ്ധന്മാർ, വിമോചിതരായ ആത്മാക്കൾ, ദേവതകൾ, ദൈവിക ജീവികൾ, സ്വർഗീയ കന്യകമാർ, കാവൽക്കാർ, ഭൂതങ്ങൾ തുടങ്ങിയവരുമുണ്ട്. അതിനു താഴെ മൃഗങ്ങൾ, പ്രാണികൾ, പുഴുക്കൾ, പാതാള ജീവികൾ, ഇരുണ്ട ലോകത്തിലെ ജീവികൾ എന്നിവയുമുണ്ട്. വൈദിക കാലഘട്ടത്തിൽ ഹിന്ദു ദേവാലയം അത്ര സങ്കീർണമായിരുന്നില്ല. ആളുകൾ പ്രധാനമായും ഇന്ദ്രൻ, അഗ്നി, വരുണൻ, സോമൻ, മിത്രൻ, വായു തുടങ്ങിയ വൈദിക ദേവതകളെ ആരാധിച്ചു. അസുരന്മാരും ദേവന്മാരും മനുഷ്യരും സ്രഷ്ടാവായ ബ്രഹ്മപ്രജാപതിയുടെ മക്കളാണെന്ന് ആദ്യകാല ഉപനിഷത്തുക്കൾ സൂചിപ്പിക്കുന്നു. അദ്ദേഹം അവരുടെ ദൈവിക ഗുരുവും വേദങ്ങളുടെ പ്രേക്ഷകനുമാണ്. അസുരന്മാരാണ് ആദ്യം അവതരിച്ചത്. ഇരുണ്ട ജീവികളായി അധപ്പതിച്ച യഥാർത്ഥ ദൈവങ്ങളായിരിക്കാം അവരെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ പോലും അന്യാരാധന ദേവന്മാരെ അസുരന്മാർ എന്നും ദുഷ്ടന്മാരെ ദേവന്മാർ എന്നും വിളിക്കുന്നു. രണ്ട് പുരാതന പാരമ്പര്യങ്ങൾ തമ്മിലുള്ള ഈ അടിസ്ഥാനപരമായ വ്യത്യാസത്തിലേക്ക് നയിച്ചതിൻ്റെ കാരണം നമുക്കറിയില്ല. വേദഗ്രന്ഥങ്ങൾ അനുസരിച്ച് ഇരു കൂട്ടരും നിത്യ എതിരാളികളാണ്. ഇരു വിഭാഗങ്ങളും ത്രിമൂർത്തികളെ അവരവരുടെ വഴികളിൽ ആരാധിക്കുന്നു. അസുരന്മാർ വ്യക്തിപരവും സ്വാർത്ഥവുമായ ഉപയോഗത്തിനും അരാജകത്വം സൃഷ്ടിക്കുന്നതിനുമായി മുക്കൂട്ട് ദൈവങ്ങളിൽ നിന്ന് ദിവ്യശക്തികൾ നേടുവാൻ ശ്രമിക്കുന്നു. ആധിപത്യത്തിനായി ഇക്കൂട്ടർ എപ്പോഴും ദൈവങ്ങളുമായി യുദ്ധത്തിലാണ്. മനുഷ്യരോട് വിശ്വസ്തത പുലർത്തുകയും വഴിപാടുകൾ നൽകുകയും ചെയ്യുന്നിടത്തോളം കാലം ദൈവങ്ങൾ അവരെ സഹായിക്കുന്നു. എന്നാൽ അവർ വിമോചനം നേടുകയോ ദൈവങ്ങൾക്ക് മുകളിൽ പോവുകയോ ചെയ്താൽ അവർ അവരുടെ ആത്മീയ പരിശീലനത്തെ തടസ്സപ്പെടുത്തുവാനും അവരെ കുഴപ്പത്തിലാക്കുവാനും ശ്രമിക്കുന്നു. പുരാണങ്ങൾ പ്രകാരം അസുരന്മാർ മരണത്തിനും നാശത്തിനും ഇരയാകുമ്പോൾ ദേവന്മാരുടെ കൗശലത്താൽ ദേവന്മാർ കാലക്രമേണ അനശ്വരരായി. വൈദിക മതത്തിലെ ഏറ്റവും പ്രചാരമുള്ള ദൈവങ്ങൾ ഇന്ദ്രനും അഗ്നിയുമാണ്. കാരണം 4 വേദങ്ങളിലുമായി ഏറ്റവും കൂടുതൽ ശ്ലോകങ്ങൾ അവരെ അഭിസംബോധന ചെയ്തിരിക്കുന്നു. അവർക്ക് പിന്നാലെ സോമൻ, സൂര്യൻ, വായു, ആദിത്യൻ, അതിഥി, പൂസൻ, രുദ്രൻ, മരുതൻ, വിശ്വദേവൻ എന്നിവരാണ് മറ്റ് പ്രധാന ദൈവങ്ങൾ. സാധാരണക്കാർ ആരാധിച്ചിരുന്നതിനാൽ അവരെ സാമാന്യതയുടെ ദൈവങ്ങൾ എന്ന് വിളിക്കുന്നു. ഹിന്ദുമതത്തിൽ ബ്രഹ്മത്തിൻ്റെ എല്ലാ ഭാവങ്ങളും ഒരു ദൈവികതയായി കണക്കാക്കുന്നതിനാൽ മൊത്തം ദൈവങ്ങളുടെ എണ്ണം അനിശ്ചിതത്വത്തിലാണ്. അതിനാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ പർവ്വതങ്ങൾ, നദികൾ, ചില മരങ്ങൾ, മൃഗങ്ങൾ, ദ്വീപുകൾ, നക്ഷത്രങ്ങൾ, നക്ഷത്ര സമൂഹങ്ങൾ, ഗ്രഹങ്ങൾ, ശരീരത്തിലെ അവയവങ്ങൾ, ദിവ്യനഗരങ്ങൾ, ചില വിശുദ്ധ പദങ്ങൾ, വാക്യങ്ങൾ, രേഖാചിത്രങ്ങൾ, ജ്യാമിതീയ രൂപങ്ങൾ, ചില പുരാണ ജീവികൾ, ദൈവികം എന്നിവ പോലും ഇതിൽ ഉൾപ്പെടുന്നു. ശംഖ്, ആയുധങ്ങൾ തുടങ്ങിയ വസ്തുക്കൾ പോലും ദൈവങ്ങളായി ആരാധിക്കപ്പെടുന്നു. വൈദിക ദേവതകളെ 3 പ്രധാന വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ഇതൊരു ശരിയായ വർഗീകരണമല്ലെങ്കിൽ പോലും സൗകര്യാർത്ഥം അങ്ങനെ വിലയിരുത്താം. ഏറ്റവും പ്രധാനപ്പെട്ട ദേവതകൾ പല യാഗങ്ങളിലും സ്ഥിരമായി വിളിക്കപ്പെടുന്ന ഇന്ദ്രൻ, അഗ്നി, സോമൻ, വായു, വരുണൻ, മിത്രൻ, സൂര്യൻ, പൂസൻ, പുരുഷൻ, രുദ്രൻ, ബൃഹസ്പതി, വിഷ്ണു, ബ്രാഹ്മണസ്പതി, ദയൗസ്, ഉഷസ്, സവിത്രൻ, സരസ്വതി, യമൻ, പർജന്യൻ, വാക്ക് അഥവാ സംസാരം, വിശ്വകർമാവ്, മന്യു, കപിഞ്ഞലൻ, ആദിത്യൻ, വിശ്വദേവന്മാർ, അശ്വിൻ, മരുത്, രുദ്ര, ഋബസ്, അപ്രി, പൃഥ്വി, അബസ്, ദദിക്ര. ചെറിയ ദേവതകൾ ഇവർ അത്ര പ്രാധാന്യമല്ലെങ്കിലും വേദങ്ങളിൽ ഇപ്പോഴും ബഹുമാനിക്കപ്പെടുന്നു. ഭഗ്രൻ, അത്രി, അപംനക് ക്ഷേത്രപതി, മനസ്, ദക്ഷിണ, കൃതൻ, നൃത്തി, അസ്മതി, ഉർവശി, പുരുരവസ്, വേന, ആരണ്യനി, മായഭേദ, തക്ഷ്യ, ത്വസ്തർ, ശരണ്യു. ചില ശ്ലോകങ്ങളിൽ ഗംഗയും പ്രത്യക്ഷപ്പെടുന്നു. മറ്റു ദേവതകൾ വരാഹം, മത്സ്യം, നരസിംഹം, കൃഷ്ണൻ അല്ലെങ്കിൽ വസുദേവൻ തുടങ്ങിയ വിഷ്ണുവിൻ്റെ ചില അവതാരങ്ങളും ജനപ്രിയ ദേവതകളായി ആരാധിക്കപ്പെടുന്നു. പിൽക്കാല വൈദിക സാഹിത്യങ്ങളിൽ പ്രത്യേകിച്ചും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും അവർ പ്രമുഖമായി കാണപ്പെടുന്നു. ദൈവങ്ങളുടെ വൈവിധ്യങ്ങൾ എടുത്തു പറയേണ്ടത് മൂലകങ്ങളുടെയും അഥവാ മഹാഭൂതങ്ങളുടെയും അവസ്ഥയിലുള്ള ഗുണങ്ങളുടെയും ആധിപത്യമനുസരിച്ച് വേദങ്ങളിലെ ദേവന്മാരെയും 5ആയി തരംതിരിക്കാം. അഗ്നി, വായു, ജലം, ഭൂമി, ബഹിരാകാശം എന്നീ 5 ഘടകങ്ങളാണ് ഭൗതികതയ്ക്ക് ഉത്തരവാദികൾ. സ്വഭാവത്തിനും അടിസ്ഥാന സ്വഭാവങ്ങൾക്കും ഉത്തരവാദികളായവ. സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളാണ് ഗുണങ്ങൾ. സാഹചര്യത്തെ ആശ്രയിച്ച് അവ ഒറ്റയ്ക്കോ വ്യത്യസ്ത ക്രമപ്പെടുത്തലുകളിലും കൂട്ടുകെട്ടുകളിലും ഉണ്ടാകാം. ഉദാഹരണത്തിന് അഗ്നി, അബസ്, പൃഥ്വി, വായു, ദയൗസ് എന്നിവ ഒരേ ഒരു മൂലകം കൊണ്ട് നിർമ്മിച്ചതാണ്. അഗ്നിയിൽ തീയും, അബൗസിൽ ജലവും, പൃഥ്വിയിൽ ഭൂമിയും, വായുവിൽ വായുവും, ദയൗസിൽ ബഹിരാകാശവും അടങ്ങിയിരിക്കുന്നു.
അവയിൽ ഓരോന്നിനും അവർ പ്രതിനിധീകരിക്കുന്ന ഘടകത്തിന്റെ മേൽ പൂർണ്ണമായ വൈദ്യുത്യമുണ്ട്. അത് മറ്റുള്ളവരെ പൂർത്തീകരിക്കുകയോ നിർവീര്യമാക്കുകയോ ചെയ്യാം. മറ്റ് ദൈവങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ സൃഷ്ടികളിലും വ്യത്യസ്ത ക്രമങ്ങളിലും സംയോജനങ്ങളിലും അവ ഉണ്ട്. ഉദാഹരണത്തിന് ശിവന് തീയുടെയും ഭൂമിയുടെയും ആധിപത്യമുണ്ട്. അതുപോലെ അദ്ദേഹത്തിനുള്ള മറ്റ് ഘടകങ്ങൾ അദ്ദേഹത്തെ സങ്കീർണവും ശക്തവുമായ ഒരു ദേവനാക്കുന്നു. തമസിന്റെ ആധിപത്യം ശിവനുണ്ട്. അത് ഭൂമിയുടെ മൂലകത്തോടൊപ്പം അഗ്നിയുടെ, അതായത് വിനാശകരമായ ശക്തിയുടെ നിഷേധാത്മക വശങ്ങൾ നിയന്ത്രണത്തിലാക്കുന്നു. അതേസമയം സത്വത്തിന്റെ സ്വാധീനത്തിലുള്ള അതേ അഗ്നി അദ്ദേഹത്തെ ആത്മീയ ജ്ഞാനത്തിന്റെ സാർവത്രിക ഗുരുവും ഉറവിടവുമാക്കുന്നു. ചില ദൈവങ്ങളിൽ 2 ഘടകങ്ങൾ അടങ്ങിയിരിക്കാം, അല്ലെങ്കിൽ ഒന്ന് പ്രബലവും മറ്റൊന്ന് ദ്വിതീയവുമായിരിക്കാം. മറ്റുള്ളവയിൽ 3, 4, 5 ഘടകങ്ങൾ വ്യത്യസ്ത അളവിലുള്ള ആധിപത്യവും സുഷുപ്തിയും അടങ്ങിയിരിക്കാം. അങ്ങനെ ഗുണങ്ങളോടൊപ്പം മൂലകങ്ങളുടെ സാന്നിധ്യവും ആധിപത്യവും അവയുടെ ക്രമമാറ്റവും സംയോജനവും വ്യത്യസ്ത അളവിലുള്ള ശക്തി, ദിവ്യത്വം, ആവശ്യ സ്വഭാവം എന്നിവയിലുള്ള പ്രപഞ്ചത്തിലെ വലിയ വൈവിധ്യത്തിന്റെ സാധ്യത സൃഷ്ടിക്കുന്നു. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി തുടങ്ങിയ പ്രകൃതിയുടെ തത്വങ്ങളോ പരിമിതമായ യാഥാർത്ഥ്യങ്ങളോ പോലും ഈ മിശ്രിതത്തിലേക്ക് ചേർക്കപ്പെടുന്നില്ല. അതുകൂടെ ചേരുമ്പോൾ വലിയ വൈവിധ്യത്തിലേക്ക് നയിക്കപ്പെടും. ദശലക്ഷക്കണക്കിന് ദേവന്മാരും സ്വർഗീയ ജീവികളും എണ്ണമറ്റ പ്രപഞ്ചങ്ങളിലും എണ്ണമറ്റ ലോകങ്ങളിലും വസിക്കുന്ന ഹിന്ദു ദേവാലയം വളരെ വലുതും വൈവിധ്യപൂർണവുമാണ് എന്നതിൽ അതിശയിക്കാനില്ല. സൃഷ്ടിയിൽ നാനാത്വം പ്രകടമാക്കുന്ന പ്രക്രിയയെ പഞ്ചീകരണം എന്ന് വിളിക്കുന്നു. പൈകള ഉപനിഷത്തിൽ 1-ാം അധ്യായത്തിലെ 7-ാം ശ്ലോകത്തിൽ അത് നന്നായി വിശദീകരിക്കുന്നു. ഈ ശ്ലോകം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഹിന്ദുക്കൾ 303 കോടി ദേവതകളെ ആരാധിക്കുന്നു എന്നതാണ് പ്രചാരത്തിലുള്ള ചൊല്ല്. ഈ സംഖ്യ വിദൂരമായിരിക്കാം. ഹിന്ദുക്കൾ അനേകം ദൈവങ്ങളെ ആരാധിക്കുന്നു എന്നത് സത്യമാണ്. അവരുടെ അന്തിമ സാരാംശത്തിൽ അതെത്തിച്ചേരുക മുഴുവൻ സൃഷ്ടിയുടെ ഏകത്വത്തെയും അഖണ്ഡതയെയും പ്രതിനിധീകരിക്കുന്ന ബ്രഹ്മത്തിൽ മാത്രമാണ്. ബ്രഹ്മം ഒന്നാണ് എന്നതിനർത്ഥം അദ്ദേഹം തന്നെ പലതായി ഉയർത്തുന്നു. പല ഉപനിഷത്തുക്കളിലും ആവർത്തിച്ചിട്ടുള്ള സത്യവും പരമാർത്ഥവുമാണിത്. അത് 3 ലളിതമായ നിരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. 1, ശൂന്യതയിൽ നിന്ന് കാര്യങ്ങൾ പുറത്തു വരുവാൻ കഴിയില്ല. 2, ഏതൊരു പ്രഭാവത്തിനും ഒരു കാരണം ഉണ്ടായിരിക്കണം. 3, ഒടുവിൽ എല്ലാ പ്രത്യാഘാതങ്ങളും അവയുടെ കാരണത്തിലേക്ക് തന്നെ മടക്കപ്പെടും. മൂന്നാമത്തേതിൽ കൂടുതൽ പരിശോധന ആവശ്യമാണ്. കാരണം കാര്യങ്ങൾ ദൃശ്യമാകുന്നത് പോലെയല്ല. കാരണവും ഫലവും തമ്മിലുള്ള വ്യത്യാസം ഉപരിപ്ലവമാണ്. എല്ലാം കാരണങ്ങൾ മാത്രം. എല്ലാ ദേവന്മാരുടെയും ഉറവിടം ബ്രഹ്മമാണെന്നും സാരാംശത്തിൽ അവർ ഒന്നാണെന്നും ഉള്ള ആശയം ബൃഹദാരണ്യക ഉപനിഷത്തിൽ 3-9 യജ്ഞവാൽക്യനും വിദഗ്ധ സാകല്യം തമ്മിലുള്ള സംഭാഷണത്തിൽ നന്നായി പ്രതിപാദിച്ചിരിക്കുന്നു. ഉപനിഷത്ത് പ്രകാരം ഒരു യാഗച്ചടങ്ങിനോട് അനുബന്ധിച്ച് ജനകരാജാവ് സംഘടിപ്പിച്ച ബ്രാഹ്മണ സംവാദത്തിനിടെ വിദഗ്ധ സാകല്യൻ യജ്ഞവാൽക്യനോട് എത്ര ദേവന്മാരുണ്ടെന്ന് ചോദിക്കുന്നു. ഒരു യാഗത്തിൽ എത്ര യാഗങ്ങൾ അർപ്പിക്കുന്നുവോ അത്രയും ദേവന്മാർ ഉണ്ടെന്ന് യജ്ഞവൽക്യൻ മറുപടി പറഞ്ഞു. യാഗത്തിന്റെ തരമനുസരിച്ച് ആ സംഖ്യ 3003 ആയിരുന്നു. ഉത്തരത്തിൽ തൃപ്തനാകാതെ ശരിക്കും എത്ര ദൈവങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് സാകല്യൻ വീണ്ടും ചോദിക്കുന്നു. ദേവന്മാർ 33 പേരാണെന്ന് യജ്ഞവൽക്യൻ മറുപടി പറഞ്ഞു. ഒരുപക്ഷെ 33 വഴിപാടുകൾ മാത്രം അർപ്പിക്കപ്പെട്ട മറ്റൊരു യാഗത്തെക്കുറിച്ചാണ് അദ്ദേഹം പരാമർശിച്ചത്. സാകല്യൻ വീണ്ടും ചോദ്യം ആവർത്തിച്ചു. അപ്പോൾ യജ്ഞവൽക്യന്റെ പ്രതികരണം 6 എന്നായിരുന്നു. കൂടുതൽ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ എണ്ണം 3 ചുരുക്കി. ഒടുവിലത് 1 അന്തിമ വിശകലനത്തിൽ എല്ലാ ദേവന്മാരും 3, 6, 33, 303, 3003 എന്നിവയെല്ലാം ഒരു പരമാത്മാവിന്റെ പ്രകടനമാണെന്ന ആശയം യജ്ഞവൽക്യൻ അറിയിക്കുകയായിരുന്നു. അനേകം ഉപനിഷത്തുകളിലും ഭഗവത്ഗീതയിലും വിശദീകരിച്ചതുപോലെ യാഗത്തിന്റെ കാര്യത്തിലും ഇതുതന്നെയാണ് വസ്തുതയും സത്യവും. ഒരു സാധാരണ വൈദിക യാഗം സങ്കീർണവും വൈവിധ്യവുമാർന്ന ഘടകങ്ങളും ആണെങ്കിലും ഒടുവിൽ നിങ്ങൾക്ക് അവയെല്ലാം ബ്രഹ്മം എന്ന ഒരൊറ്റ അസ്തിത്വവുമായി ചുരുക്കാൻ കഴിയും. അവൻ യാഗം ചെയ്യുന്നവനും ബലി അർപ്പിക്കുന്നവനും യാഗം സ്വീകരിക്കുന്നവനുമാണ്. വിവിധ വഴിപാടുകൾ, അന്നദാനം എന്നിവ ഇതിൽ ഉൾക്കൊള്ളുന്നത് നിമിത്തം അത് ബ്രഹ്മത്തിന്റെ മാത്രം ഭാവമാണ്. തുടർന്നുള്ള ഇരുവരും തമ്മിലുള്ള ചർച്ചയിൽ യജ്ഞവൽക്യൻ 33 ദേവന്മാരുടെ പേരുകൾ വെളിപ്പെടുത്തി. 8 വസുക്കളായ അഷ്ടവസുക്കളും 11 രുദ്രന്മാരും 12 ആദിത്യന്മാരും കൂടാതെ അശ്വിനി കുമാരന്മാർ ചേർന്നവരാണ് ഈ 33 ദേവന്മാർ. അഗ്നി, ഭൂമി, വായു, മധ്യപ്രദേശം അതായത് ദയൗസ്, സൂര്യൻ, ആകാശം, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്നിവരായിരുന്നു അഷ്ടവസുക്കൾ. അവരെ വസുമാരെന്നും പ്രതിപാദിക്കുന്നു. കാരണം അവർ ജീവികളുടെ വാസസ്ഥലങ്ങളായിരുന്നു. ശരീരത്തിലെ 10 ശ്വാസങ്ങളും മനസ്സും ചേർന്ന് 11 രുദ്രന്മാർ അല്ലെങ്കിൽ അലയുന്നവരെ രൂപീകരിച്ചു. വർഷത്തിലെ 12 മാസങ്ങൾ അതായത് സൗരവർഷത്തിന്റെ ഭാഗങ്ങൾ സൗരദേവതകളായ ആദിത്യന്മാരായിരുന്നു. ആത്മീയ രോഗങ്ങളെയും സുഖപ്പെടുത്തുവാൻ കഴിയുന്ന ദിവ്യ വൈദ്യന്മാരാണ് അശ്വിനി കുമാരന്മാർ. 3 ലോകങ്ങളും 3 ദേവന്മാരുമായിരുന്നു. ആ തൃത്വം എന്നറിയപ്പെടുന്നതായിരുന്ന ബ്രഹ്മമായിരുന്നു ഏകദൈവം.
അവൻ മറ്റെല്ലാ ദൈവങ്ങളുടെയും സത്തയും അവരുടെ പിന്തുണക്കാരനുമായിരുന്നു. യജ്ഞവൽക്യൻ ദേവതകളുടെ അസ്തിത്വമോ സത്തയോ ആയി പരാമർശിച്ചിട്ടില്ല, മറിച്ച് സൃഷ്ടിയുടെ വശമായിട്ടാണ് പരാമർശിച്ചത് എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരുടെ സ്ഥൂല രൂപങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം അവൻ അവരുടെ സൂക്ഷ്മമായ രൂപങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. സൃഷ്ടിയുടെ ചക്രത്തിൻ്റെ കേന്ദ്രം ബ്രഹ്മമാണെങ്കിൽ ദേവന്മാർ ചക്രത്തിൻ്റെ അംശത്തിൻ്റെ ഭാഗമാണ്. ചക്രം ശരീരവും ആത്മാവുമാണ്, അതായത് ബ്രഹ്മം. അതിനാൽ എല്ലാ വഴികളും ബ്രഹ്മത്തിലേക്കാണ് നയിക്കുന്നതെന്നും ഏത് ദേവതയിലൂടെയോ നാമത്തിലൂടെയോ രൂപത്തിലൂടെയോ നിങ്ങൾ അവനെ ആരാധിച്ചാലും എല്ലാ വഴിപാടുകളും ആത്യന്തികമായി അവനിൽ മാത്രമേ എത്തിച്ചേരുകയുള്ളൂവെന്ന് ഭഗവത്ഗീതയിൽ ഉറപ്പു നൽകുന്നു. ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനം ത്രിഗുണങ്ങളുടെ സ്വാധീനമാണ്. ദേവന്മാർ ഉൾപ്പെടെ മുഴുവൻ സൃഷ്ടികളിൽ അവർ ഉണ്ട്. എന്നാൽ അവയും അവയുടെ അവശ്യ സ്വഭാവമനുസരിച്ച് വിഭജനത്തിന് വിധേയമാണ്. ബൃഹദാരണ്യക ഉപനിഷത്തിൽ 1:4-11 ദൈവങ്ങളുടെ സമൂഹത്തിലെ ജാതി അടിസ്ഥാനമാക്കിയുള്ള വ്യത്യാസങ്ങളെ സൂചിപ്പിച്ചിരിക്കുന്നു. മനുഷ്യർക്കിടയിൽ 4 ജാതി വിഭജനം ഉള്ളതുപോലെ ദൈവങ്ങൾക്കിടയിലും 4 വ്യത്യസ്ത ജാതി വിഭജനങ്ങളുണ്ട്. മരണത്തിൽ നിന്നും പുനർജന്മത്തിൽ നിന്നും മുക്തരായ ദൈവങ്ങൾക്കിടയിൽ ജാതി വിഭജനത്തിന്റെ അതിപ്രസരം, ജാതി വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് അവരുടെ ജനനത്തേക്കാൾ അവശ്യ സ്വഭാവത്തിൽ നിന്നാണെന്ന് വ്യക്തമായി തെളിയിക്കുന്നു. അതിനാൽ ഒരു വ്യക്തിയുടെ ജാതി നിർണ്ണയിക്കേണ്ടത് അവൻ്റെ ജനനമോ കുടുംബനിലയോ എന്നതിലുപരി അവൻ്റെ വ്യക്തിത്വവും മനഃശാസ്ത്രവുമാണ്. ഉപനിഷത്ത് പ്രകാരം ആദിയിൽ ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തുടർന്ന് ഭരിക്കാൻ പ്രാപ്തിയുള്ള ക്ഷത്രിയരായ ഉത്തമ രൂപമുള്ള മനുഷ്യരെ അവൻ ഭൂമിയിൽ സൃഷ്ടിച്ചു. സ്വർഗത്തിൽ ഇന്ദ്രൻ, വരുണൻ, സോമൻ, രുദ്രൻ, പർജൻ, യമൻ, മരണം, ഈശാന എന്നിങ്ങനെ സമാന സ്വഭാവമുള്ള പരമാധികാര ക്ഷത്രിയ ദേവന്മാരെ അദ്ദേഹം സൃഷ്ടിച്ചു. ക്ഷത്രിയർ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടതിനാൽ അവരെക്കാൾ ഉന്നതരായി മറ്റാരുമില്ല. ഇക്കാരണത്താൽ രാജസൂയം പോലുള്ള ചില യാഗങ്ങളിൽ ബ്രാഹ്മണർ ക്ഷത്രിയരെ താഴ്ന്ന സ്ഥലത്ത് നിന്ന് ആരാധിക്കുന്നു. എന്നാൽ പോലും ബ്രാഹ്മണർ ക്ഷത്രിയരുടെയും അവരുടെ പരമാധികാരത്തിൻ്റെയും ഉറവിടമായതിനാൽ ഭൂമിയിലെ ബ്രാഹ്മണന്മാർ ബ്രഹ്മത്തെ പ്രതിനിധീകരിക്കുന്നതിനാൽ ക്ഷത്രിയർ യാഗങ്ങൾ ചെയ്യാൻ ബ്രാഹ്മണരുടെ സേവനം തേടേണ്ടതുണ്ട്. അവരെ ബാധിക്കുന്ന ദോഷത്തിൽ നിന്ന് ബ്രാഹ്മണരെ ക്ഷത്രിയർ എല്ലാവിധത്തിലും പിന്തുണയ്ക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. ക്ഷത്രിയർക്കും ബ്രാഹ്മണർക്കും ശേഷം അവൻ ഭൂമിയിൽ സാധാരണക്കാരെ, അതായത് വൈശ്യരെയും, സ്വർഗത്തിൽ വസുക്കൾ, രുദ്രർ, ആദിത്യന്മാർ, വിശ്വദേവന്മാർ, മരുതന്മാർ എന്നിവരെയും സൃഷ്ടിച്ചു. ഒടുവിൽ ബ്രഹ്മം ശൂദ്രരെയും അധ്വാനിക്കുന്ന ജനങ്ങളെയും അവരുടെ ദേവനായ പൂസനെയും സൃഷ്ടിച്ചു. ഈ 4 വർഗങ്ങൾ സൃഷ്ടിച്ചതിന് ശേഷം ക്ഷത്രിയരെക്കാൾ ശ്രേഷ്ഠമായ ധർമ്മം അദ്ദേഹം സൃഷ്ടിച്ചു. തുടർന്നുള്ള ഒരു ശ്ലോകത്തിൽ ബ്രഹ്മം ഭൂമിയിൽ ബ്രാഹ്മണനായും സ്വർഗത്തിൽ അഗ്നിയായും, അതായത് തീയായും പ്രത്യക്ഷനായി എന്ന് പ്രസ്താവിക്കുന്നു. ബ്രഹ്മം 2 രൂപത്തിലും കണ്ടെത്തിയതിനാൽ ഒരാൾ ബ്രാഹ്മണരുടെ സഹായത്തോടെ മാത്രം യാഗങ്ങൾ ചെയ്യുകയും അഗ്നിദേവനായ അഗ്നിക്ക് മാത്രം വഴിപാടുകൾ നൽകുകയും വേണം. തീർച്ചയായും ആത്മാവ് അല്ലെങ്കിൽ സ്വയം ഒരു പ്രതീകാത്മക പരാമർശം കൂടിയാണ് തീ അഥവാ അഗ്നി. അതിനാലത് ബ്രഹ്മത്തിന് തുല്യമാണ്. വൈദിക ദൈവങ്ങൾ പൂർണ്ണമായും സ്വതന്ത്രരല്ല. അവർ അനശ്വരരാണെങ്കിലും മോചിതരായ ആത്മാക്കളല്ല. മറിച്ച് ഭൂമിയിലെ മനുഷ്യരെപ്പോലെ ചില കടമകളോടും കടപ്പാടുകളോടും ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യരുടെ സഹായമില്ലാതെ നിലനിൽക്കാൻ കഴിയാത്ത വിധത്തിലാണ് അവയും സൃഷ്ടിക്കപ്പെട്ടത്. അവരുടെ ആചാരപരമായ ശക്തികളും അമാനുഷികമായ കഴിവുകളും ഉണ്ടായിരുന്നിട്ടും അവരുടെ പോഷണത്തിനായി മനുഷ്യരെ ആശ്രയിക്കേണ്ടി വരുന്നു. മനുഷ്യർ അവരുടെ പോഷണത്തിനായി കന്നുകാലികളെയും മറ്റ് മൃഗങ്ങളെയും ആശ്രയിക്കുന്നത് പോലെ ദൈവങ്ങളും ഭക്ഷണത്തിനായി മനുഷ്യനെ ആശ്രയിക്കുന്നുവെന്ന് വേദങ്ങൾ പ്രഖ്യാപിക്കുന്നു. അവർ നിസ്സഹായരായതിനാൽ അവരെ പോഷിപ്പിക്കുന്നതിന് ദൈനംദിന യാഗങ്ങൾ അനുഷ്ഠിക്കാൻ മനുഷ്യർ ബാധ്യസ്ഥരാണ്. അതാകട്ടെ തങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുവാനും സന്തതികളോടും സമാധാനത്തോടും കൂടി അഭിവൃദ്ധി പ്രാപിക്കാനും മനുഷ്യരെ സഹായിച്ചുകൊണ്ട് ദൈവങ്ങൾ അവരുടെ കടം വീട്ടുന്നു. അങ്ങനെ ദൈവങ്ങളും മനുഷ്യരും തമ്മിലുള്ള ബന്ധം സഹവർത്തിത്വവും പരസ്പര പ്രയോജനകരവുമാണ്. ദേവന്മാരിൽ സത്വത്തിന്റെ ആധിപത്യം അടങ്ങിയിരിക്കുന്നതിനാൽ അവർക്ക് നിരവധി ദൈവിക ഗുണങ്ങളുണ്ട്. പരമമായ വശത്ത് അവർ ദയാലുവും ബുദ്ധിമതികളും നിർഭയരുമാണ്. യാഗങ്ങൾ അനുഷ്ഠിക്കുകയും വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് അറിവും സമാധാനവും ഐശ്വര്യവും സന്തോഷവും നൽകി അവരെയും ലോകത്തെയും പൈശാചിക സ്വാധീനത്തിൽ നിന്ന് സംരക്ഷിച്ചുകൊണ്ട് അവരെ പ്രസാദിപ്പിക്കുവാനും എളുപ്പത്തിൽ സഹായിക്കുവാനും കഴിയും. ലോകത്തിന്റെയും ധർമ്മത്തിന്റെയും സംരക്ഷണത്തിന്റെ ഭാഗമായി പിതൃസ്വർഗത്തിലേക്കോ അനശ്വരമായ സ്വർഗത്തിലേക്കോ പോകുന്ന ആത്മാക്കളെ വഴി നടത്തുക, കാര്യങ്ങൾ മംഗളകരമാക്കുക, പ്രകൃതി ദുരന്തങ്ങളെ തടയുക, ദുരിതങ്ങളെ അകറ്റുക, ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുക തുടങ്ങിയ നിരവധി കർത്തവ്യങ്ങൾ അവർ ചെയ്യുന്നു. ആവശ്യമുള്ളപ്പോഴെല്ലാം അസുരന്മാരോട് യുദ്ധം ചെയ്യുവാനും ലോകങ്ങളെയും ജീവജാലങ്ങളെയും അവരുടെ ദുഷ്ടസ്വാധീനത്തിൽ നിന്ന് തടയുവാനും അവർ യുദ്ധത്തിൽ പങ്കെടുക്കുന്നു. എന്നാൽ പോലും ദൈവങ്ങൾ തികഞ്ഞ ജീവികളല്ല. ചില സമയങ്ങളിൽ അവർ വികൃതികളും ദോഷകരവുമാണ്. ഗുണങ്ങളുടെ സ്വാധീനത്തിൽ അവർ സമ്മിശ്ര ഗുണങ്ങളുള്ളവയാണ്. ചില കാര്യങ്ങളിൽ അവർ മനുഷ്യരെക്കാൾ മികച്ചവരല്ല, മോശവുമല്ല.
അവർ മനുഷ്യരെക്കാൾ കൂടുതൽ പുരോഗമിച്ചവരും ഉയർന്ന ബുദ്ധിയുള്ളവരുമാണെങ്കിലും മനുഷ്യരെ പോലെ അവരുടെ ആഗ്രഹങ്ങൾ, വികാരങ്ങൾ, അഹംഭാവം, ദ്വന്ദ്വത, ബന്ധങ്ങൾ എന്നിവയ്ക്ക് വിധേയരാകുന്നു. അവർ സുഖമായി സ്നേഹിക്കുന്നവരും ജീവിതം ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമായതിനാൽ അവർ പലപ്പോഴും വികാരത്തിനും കാമത്തിനും കീഴടങ്ങുന്നു. വൈദിക ദൈവങ്ങൾ വിവേചനരഹിതമായ പ്രവൃത്തികളിൽ ഏർപ്പെടുകയും തങ്ങൾക്കും മറ്റുള്ളവർക്കും എങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നുവെന്നും ചിത്രീകരിക്കുന്ന നിരവധി കഥകൾ പുരാണങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. ചില സമയങ്ങളിൽ അത് ആത്മീയ ആളുകളുടെ തപസ്സുകളെ ചിലപ്പോൾ അവരുടെ ബലഹീനതകളും പ്രലോഭനങ്ങളും നിമിത്തം തടസ്സപ്പെടുത്തുന്നു. കൂടാതെ അവർ പൂർണ്ണമായും നിഷ്പക്ഷരല്ല. അവരുടെ ന്യായവിധിയിൽ പാളിച്ചകൾ വരുമ്പോൾ പക്ഷം പിടിക്കുന്നു, തെറ്റുകൾ വരുത്തുന്നു, ആകർഷണവും വെറുപ്പും സൃഷ്ടിക്കുന്നു. ചില സമയങ്ങളിൽ അവർ അസുരന്മാരോട് മാത്രമല്ല സ്വന്തം തരത്തിലുള്ളവരോട് തന്നെ വൈരാഗ്യങ്ങളിൽ ഏർപ്പെടുകയും അത് സംഘർഷങ്ങളിലേക്കും യുദ്ധങ്ങളിലേക്കും വഴിവെക്കുകയും ചെയ്യുന്നു. ചിലപ്പോഴവർ വേഷം മാറി ഭൂമിയിലിറങ്ങി മനുഷ്യരെ കബളിപ്പിക്കുകയോ അവരിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിക്കുകയോ ചെയ്യുന്നു. അവർ അഹങ്കാരത്തിനും അത്യാഗ്രഹത്തിനും കീഴടങ്ങുകയും പൊങ്ങച്ചം കാണിക്കുകയും ചെയ്യുന്നു. അനശ്വരരും ശക്തരുമാണെങ്കിലും മന്ത്രങ്ങളിൽ നിന്നും ശാപങ്ങളിൽ നിന്നും ഇവർ മുക്തരല്ല. അനേകം ദേവന്മാർ അവിവേകങ്ങൾ കാരണം മുൻകാലങ്ങളിൽ ദർശകരാലും മുനിമാരാലും ശപിക്കപ്പെട്ടു. അവരിൽ നിന്നും രക്ഷപ്പെടാൻ തപസ്സനുഷ്ഠിക്കേണ്ടി വന്നു. അതിനാൽ അത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ ദൈവങ്ങൾക്ക് അവരുടേതായ ന്യായീകരണങ്ങൾ ഉണ്ടാകാമെങ്കിലും ദൈവിക നാടകത്തിന്റെ, അതായത് ലീലയുടെ ഭാഗമായി വേദഗ്രന്ഥങ്ങൾ അവയെ ന്യായീകരിക്കുകയോ യുക്തിസഹമാക്കുകയോ ചെയ്യുമെങ്കിലും ദൈവങ്ങൾ പൂർണ്ണമായും സദ്ഗുണമുള്ളവരോ നീതിയുള്ളവരോ ആണെന്ന് പറയുക പ്രയാസകരമാണ്. നിങ്ങൾക്കവരെ നിസ്സാരമായി കാണുവാനാകില്ല. അവരുടെ ഔദാര്യത്തിൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ധനം നൽകുവാനും കഴിയില്ല. അവർക്ക് അവരുടേതായ മാനസികാവസ്ഥകളും നിബന്ധനകളും പരിമിതികളും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ട്. ത്രിഗുണങ്ങളുടെ സ്വാധീനത്തിൽ മനുഷ്യർ പ്രവചനാതീതമായി പ്രവർത്തിക്കുന്നത് പോലെ അതിനെ വിലയിരുത്താം. അവരും ആഗ്രഹാധിഷ്ഠിത പ്രവർത്തനങ്ങളിലും ആവേശകരമായ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നു. അതിനാൽ അവരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ അവരെ സമീപിക്കേണ്ടതുമാണ്. അതുകൊണ്ടാണ് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന നടപടിക്രമങ്ങൾക്കനുസൃതമായി വൈദിക പഞ്ചാംഗം അനുസരിച്ച് ശരിയായ സമയവും സ്ഥലവും തിരഞ്ഞെടുത്തതിനു ശേഷം വൈദിക ബലി ചടങ്ങുകൾ നടത്തുന്നത്. അതുകൊണ്ടാണ് ഓരോ യാഗവും അനുഷ്ഠാന ആരാധനയും ഒരു പ്രായശ്ചിത്ത ചടങ്ങോടെ സമാപിക്കുന്നത്. യാഗസമയത്ത് മനഃപൂർവ്വമോ അല്ലാതെയോ ചെയ്തുപോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യുക എന്നതാണ് അതിനുദ്ദേശം. കൂടാതെ നമുക്ക് ദൈവങ്ങളെ അപ്രീതിപ്പെടുത്തുവാനോ അവരെ സേവിക്കുന്നതിൽ പരാജയപ്പെടുവാനോ കഴിയില്ല. വിവിധ തരത്തിലുള്ള സഹായങ്ങൾക്കായി നമ്മൾ അവരെ ആശ്രയിക്കുന്നു. നമ്മുടെ ലോകത്തിൻ്റെ ക്രമത്തിലും അച്ചടക്കത്തിലും അവർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ക്രമവും അരാജകത്വവും പ്രപഞ്ചത്തിലെ പരമവും നിഷേധാത്മകവുമായ ശക്തികൾ തമ്മിലുള്ള സന്തുലിതാവസ്ഥ അവർ നിലനിർത്തുന്നു. അവർ കാരണം മഴ പെയ്യുന്നു, നദികൾ ഒഴുകുന്നു, വിളകൾ വളരുന്നു, ആത്മാക്കൾ പുനർജനിക്കുന്നു. അവരില്ലെങ്കിൽ ലോകത്ത് അരാജകത്വം വിളയും. നമുക്ക് നമ്മുടെ സ്വന്തം ധർമ്മം ഉയർത്തിപ്പിടിക്കാൻ കഴിയില്ല. അതിനാൽ ദൈവങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ ആദരവും പിന്തുണയും അർഹിക്കുന്നു. വൈദിക മതത്തിന്റെ പല വശങ്ങളും ഹിന്ദുമതം നിലനിർത്തിയിരുന്നെങ്കിലും നമുക്ക് അപരിചിതമായ കാരണങ്ങളാൽ പിന്നീടുള്ള വേദകാലഘട്ടത്തിൽ ഹിന്ദുമതം കാര്യമായ മാറ്റങ്ങൾക്ക് വിധേയമായി. വൈദിക യാഗച്ചടങ്ങുകളിൽ ഏറ്റവും ഉയർന്ന സ്തുതിക്കും ആരാധനയ്ക്കും പാത്രമായിരുന്ന ദേവന്മാർക്ക് അവരുടെ പ്രാധാന്യവും ദൈവങ്ങളുടെ ശ്രേണിയിൽ ഉയർന്ന പദവിയും നഷ്ടപ്പെട്ടു. അതേസമയം വിഷ്ണു, ശിവൻ, മുരുകൻ തുടങ്ങിയ ദേവന്മാർക്ക് പ്രാധാന്യം കൂടി. വൈദിക ദേവന്മാർ ഗ്രഹങ്ങളായും ദിശയുടെ ഭരണാധികാരികളായ ദിക്പാലകരായും ചുരുങ്ങി. ഋഗ്വേദ ശ്ലോകങ്ങളിൽ ഇന്ദ്രൻ തന്റെ ശത്രുക്കളാൽ ഭയപ്പെട്ട ഒരു അജയനായ യോദ്ധാവായിരുന്നു. എന്നാൽ തുടർന്നുള്ള സാഹിത്യങ്ങളിൽ അദ്ദേഹത്തിനു തന്റെ യുദ്ധവീര്യം നഷ്ടപ്പെട്ടതായി പ്രതിപാദിക്കുന്നു. അദ്ദേഹവും കൂട്ടാളികളും അസുരന്മാരുമായി അപ്പോഴും യുദ്ധത്തിലേർപ്പെട്ടിരുന്നുവെങ്കിലും അവരപ്പോൾ അജയരോ ഭയപ്പെടേണ്ടവരോ ആയിരുന്നില്ല. വേദകാലങ്ങളിൽ അനുസരണക്കേട് കാണിക്കാൻ ആരാധകർ ഭയപ്പെട്ടിരുന്ന മഴയുടെ ദേവനും നിയമങ്ങളുടെ നിയന്താവുമായ വരുണനെയും ഇന്ദ്രൻ്റെതിനു സമാനമായ വിധി കാത്തിരുന്നു. പുരാണങ്ങൾ ഇവരെ ആശ്രിത ദൈവങ്ങളായി ചിത്രീകരിക്കുന്നു. അവർ ത്രിമൂർത്തികളെ അവരുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നതിനോ അവരുടെ പരമാധികാരം സംരക്ഷിക്കുന്നതിനോ ആശ്രയിക്കുന്നു. എല്ലാവരുടെയും വിധിയുടെ നിർമ്മാതാവായ ബ്രഹ്മാവിനെയും സമാനമായ ഒരു വിധി കാത്തിരുന്നു. ഹിന്ദു തൃത്വത്തിന്റെ ഭാഗമായി അദ്ദേഹം ഉന്നതമായ സ്ഥാനം ആസ്വദിച്ചിരുന്നെങ്കിലും ശിവന്റെയും വിഷ്ണുവിന്റെയും കാര്യത്തിൽ അദ്ദേഹം കേവലം പരിചാരിക ദൈവമായി ചുരുങ്ങുകയും ഗാർഹിക ആരാധനയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മിക്ക അവതാരങ്ങളും ഗുണങ്ങളും വിഷ്ണുവിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. സൃഷ്ടിയുടെ ഓരോ ചക്രത്തിൻ്റെയും ആരംഭത്തിൽ വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആദ്യത്തെ ദൈവമായി അദ്ദേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഋഗ്വേദത്തിൽ ഈശ്വരൻ അല്ലെങ്കിൽ പുരുഷൻ എന്ന നിലയിൽ നിന്ന് അദ്ദേഹം തൻ്റെ ഭൗതിക പ്രകടനമായ വിരാജനായി. ശിവന്റെ കൈനാൽ തൻ്റെ അഞ്ചാമത്തെ തലയും അതുവഴി സർവ്വജ്ഞാനവും നഷ്ടപ്പെട്ട ദൈവമായി ചിത്രീകരിച്ചുകൊണ്ട് സർവ്വദേവതാ ക്ഷേത്രത്തിൽ അദ്ദേഹത്തിൻ്റെ തരംതാഴ്ത്തപ്പെട്ട പദവി പുരാണങ്ങളിൽ പ്രതീകാത്മകമായി പ്രതിനിധീകരിക്കുന്നു. അതൻ നിമിത്തം ഇന്നും ബ്രഹ്മാവിന് വളരെ കുറച്ച് ക്ഷേത്രങ്ങൾ മാത്രമേ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. അതേസമയം വിഷ്ണുവിനും ശിവനുമായി ക്ഷേത്രങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും എണ്ണം ലക്ഷക്കണക്കിനാണ്.
സൂര്യനൊഴികെ ഇന്ദ്രൻ, വരുണൻ, മിത്രൻ, സോമൻ തുടങ്ങിയ വൈദിക ദൈവങ്ങളുടെ നില കൂടുതൽ ഇടിഞ്ഞു. ഈ ദൈവങ്ങൾക്ക് സ്വന്തമായി ക്ഷേത്രങ്ങളില്ല. വിപുലമായ വൈദിക ആചാരത്തിൻ്റെയോ യാഗത്തിൻ്റെയോ ഭാഗമായാണ് അവർ പ്രധാനമായും ആരാധിക്കപ്പെടുന്നത്. ശുഭമുഹൂർത്തങ്ങളിൽ ശാന്തി മന്ത്രങ്ങളും ആചാരപരമായ ആരാധനകളിലും ആമുഖസ്തുതികളും ചൊല്ലുമ്പോഴും വീടുകളിലും ക്ഷേത്രങ്ങളിലും ആചാരപരമായ ആരാധനകളിലും അവരെ സ്മരിക്കുന്നു. അത്തരം അവസ്ഥകളിലും വിഷ്ണു, ശിവൻ, ശക്തി അല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ട അനേകം ഭാവങ്ങളിൽ ഒന്നായിരിക്കുന്ന പ്രധാന ദേവതകളിലേക്ക് ശ്രദ്ധയും തീക്ഷ്ണതയും പ്രധാനമായും തിരിച്ചുവിടുന്നു. വൈദിക ദേവതകളുടെ അധപതനത്തിലേക്ക് നയിച്ചത് എന്താണെന്ന് വ്യക്തമല്ല. വൈദിക മതം നിലനിന്നിരുന്നുവെങ്കിലും നിരവധി വൈദിക വിശ്വാസങ്ങളും ആരാധനാ രീതികളും ഹിന്ദുമതത്തിലേക്ക് അതിൻ്റെ പ്രധാന വശമായി സമന്വയിക്കപ്പെട്ടിരുന്നുവെങ്കിലും വൈദിക ദൈവങ്ങൾക്ക് എങ്ങനെയോ അവരുടെ ഉന്നതമായ സ്ഥാനം നഷ്ടപ്പെടുകയും ഹിന്ദു ദേവാലയത്തിൽ ദ്വിതീയമാവുകയും ചെയ്തു. പ്രപഞ്ചത്തിലെ സ്ഥൂല പ്രപഞ്ചത്തിലും ഒരു ജീവിയുടെ സൂക്ഷ്മ പ്രപഞ്ചത്തിലും ദേവന്മാരുണ്ട്. അവ ഒരു ആശയമോ ശക്തിയോ ആയി സൃഷ്ടിയിൽ നിലനിൽക്കുന്നു. അവർ സ്വീകരിക്കുന്ന വഴിപാടുകൾക്കനുസരിച്ച് ഊർജവും വേഗവും ശേഖരിക്കുന്നു. അവയ്ക്ക് കൃത്യമായി രൂപമില്ല. അതിനാൽ നാം അവരെ ആരാധിക്കുന്ന ഏത് വിധത്തിലും അവ പ്രകടമാകുന്നു. അവർ നമ്മുടെ ജീവിതത്തിലും വിധിയിലും നമ്മുടെ ഭക്തിക്കനുസരിച്ച് പ്രകടമാകുന്നു. അവരെ പതിവായി സ്മരിക്കുകയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുകയും സമ്മാനങ്ങളും അനുഗ്രഹങ്ങളും നൽകുകയും ചെയ്യുന്നു. അവരെ സ്മരിക്കുകയോ ആരാധിക്കുകയോ ചെയ്തില്ലെങ്കിൽ അവർ ക്രമേണ നമ്മുടെ ഓർമ്മകളിൽ നിന്നും മറഞ്ഞു പോവുകയും നമ്മുടെ ബോധത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. നാം കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ അവയവങ്ങളിൽ വസിക്കുന്ന ദേവന്മാർക്കുള്ള വഴിപാടായി മാറുന്നു. ഭക്ഷണം ശുദ്ധമാണെങ്കിൽ ദേവന്മാർ ശക്തിയോടെ വളരുന്നു. അശുദ്ധമാണെങ്കിൽ അവർ പോഷകാഹാരക്കുറവ് നിമിത്തം പിൻവാങ്ങുന്നു. അതിനാൽ നമ്മുടെ പാരമ്പര്യം ശുദ്ധമായ, അതായത് സാത്വികമായ ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു. ദൈവങ്ങൾക്ക് പ്രിയപ്പെട്ടതാണത്. നാം ആസ്വദിക്കുന്ന ചിന്തകളുടെ കാര്യവും അങ്ങനെ തന്നെ. നാം നല്ല ചിന്തകൾ വിചാരിച്ചാൽ ദൈവങ്ങൾ നമ്മുടെ ബോധത്തിൽ ശക്തരാവുന്നു. നമുക്ക് പരമമായ വികാരങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ അവർക്ക് സന്തോഷം തോന്നുന്നു. നേരെ മറിച്ച് നാം അശുദ്ധമായ ചിന്തകൾ ചിന്തിക്കുകയോ നിഷേധാത്മകമായ വികാരങ്ങൾക്ക് വഴങ്ങുകയോ ചെയ്താൽ അവർ നിശബ്ദരാവുകയും നമ്മുടെ പ്രാർത്ഥനകളോട് പ്രതികരിക്കുന്നത് നിർത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ദൈവങ്ങളെ ആരാധിക്കുക മാത്രമല്ല, നമ്മുടെ ശരീരവും മനസ്സും ശുദ്ധമായി സൂക്ഷിക്കാൻ പുണ്യം അനുഷ്ഠിക്കേണ്ടത് പ്രധാനമാണ്. മനുഷ്യർ എപ്പോഴും ഒരേ ദൈവങ്ങളെ ആരാധിക്കണമെന്നില്ല. ലോകം ഒരു യുഗത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പുരോഗമിക്കുമ്പോൾ ദൈവിക ആരാധനയുടെ മുൻഗണനകളും സമ്പ്രദായങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു. ചില ദിവ്യത്വങ്ങളുടെ പങ്കാളിത്തം ആവശ്യമായി വന്നേക്കാം. എന്നതിനാൽ അത് സംഭവിക്കാം. പകരമായി അവരുടെ സേവനങ്ങൾ ഇനി ആവശ്യമില്ലായിരിക്കാം. ഉദാഹരണത്തിന്, രാവണനിൽ നിന്ന് ത്രേതായുഗത്തെ രക്ഷിക്കാൻ ശ്രീരാമൻ അവതരിച്ചു. ധർമ്മം പുനഃസ്ഥാപിക്കുവാനും പരശുരാമൻ ആരംഭിച്ച ജോലി പൂർത്തിയാക്കുവാനും കൃഷ്ണൻ ദ്വാപരയുഗത്തിൽ അവതരിച്ചു. കലിയുഗത്തിൽ ശക്തിയിൽ നിന്നുള്ള ഉഗ്രനും കൂടുതൽ സജീവവുമായ ദൈവങ്ങൾ കൂടുതൽ ജനപ്രിയമാണ്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി നമ്മുടെ മനസ്സിലും ശരീരത്തിലും സജീവമാകുന്ന ദൈവങ്ങളെ നമ്മൾ ആരാധിക്കുന്നു എന്ന് ശ്രീ അരബിന്ദോ തൻ്റെ രചനകളിലൂടെ സൂചിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ അഭിലാഷം, കീഴടങ്ങൽ, ഭക്തി എന്നിവയ്ക്ക് അനുസൃതമായി ചില പരിവർത്തനപരമായ ജോലികൾ ചെയ്യാൻ അവർ നമ്മുടെ ആന്തരിക ലോകങ്ങളിലേക്കും ബോധതലങ്ങളിലേക്കും ഇറങ്ങുന്നു. അത് സംഭവിക്കുമ്പോൾ മനഃപൂർവമായ എല്ലാ പ്രവർത്തനങ്ങളും ഉപേക്ഷിച്ച് നാം നിഷ്ക്രിയരായിരിക്കുകയും പ്രക്രിയയിൽ ഇടപെടാതെ അവരെ ജോലി ചെയ്യുവാൻ അനുവദിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ദൗത്യം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അവർ ഒന്നുകിൽ പിൻവലിയുകയോ നിഷ്ക്രിയരാവുകയോ ചെയ്യും. മനുഷ്യർക്ക് ആവശ്യമില്ലാത്തപ്പോൾ അവർ ഭൗമബോധത്തിൽ നിന്ന് എന്നേക്കുമായി പിന്മാറും. അതിനാൽ ചില ദൈവങ്ങൾ നമ്മുടെ ഓർമ്മകളിൽ നിന്നും മാഞ്ഞു പോകുന്നതും നമ്മുടെ ബോധത്തിൽ നിന്നും ഗ്രഹത്തിൻ്റെ ബോധത്തിൽ നിന്നും പൂർണ്ണമായും അപ്രത്യക്ഷമാകുന്നതും അസാധാരണമല്ല. കാലം വരുത്തിയ മാറ്റങ്ങൾ കൊണ്ടോ മനുഷ്യരാശിയുടെ കൂട്ടായ വിധി, കർമ്മം, ധർമ്മം, ആത്മീയത എന്നിവയുടെ മെച്ചമോ തകർച്ചയോ നിമിത്തം ഇത് സംഭവിക്കാം. ഹിന്ദുമതത്തിൻ്റെ നീണ്ട ചരിത്രത്തിൽ വൈദിക ദേവാലയങ്ങൾ എങ്ങനെയാണ് മാറ്റങ്ങൾക്ക് വിധേയമായതെന്നും ചില ദൈവങ്ങൾക്ക് പ്രാധാന്യം നഷ്ടപ്പെട്ടത് എങ്ങനെയെന്നും നാം കണ്ടു. ഇതൊന്നും ആകസ്മികമായി സംഭവിച്ചതല്ല. കാലം മാറുകയും ആളുകൾ മാറുകയും ചെയ്യുമ്പോൾ അവർ തങ്ങളുടെ സ്നേഹവും ശ്രദ്ധയും ബഹുമാനവും നൽകുന്ന ദൈവങ്ങളെ അന്വേഷിക്കും. ആദിമ മനുഷ്യർ അവർ ഭയപ്പെട്ടിരുന്ന ദൈവങ്ങളെ ആസ്വദിച്ചിരുന്നിരിക്കാം. ഇന്നത്തെ ലോകത്ത് ആളുകൾ സ്നേഹം, ധർമ്മം, അനുകമ്പ, സഹിഷ്ണുത, ക്ഷമ എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ദൈവങ്ങളെ ആരാധിക്കാൻ ഇഷ്ടപ്പെടുന്നു. നമ്മുടെ അറിവ്, നമ്മുടെ സങ്കല്പം വർദ്ധിപ്പിക്കുന്നത് പോലെ ദൈവങ്ങളെക്കുറിച്ചുള്ള ആശയങ്ങളും സങ്കല്പങ്ങളും മാറിയേക്കാം. ഇന്നത്തെ ലോകത്ത് മനുഷ്യരെയോ മൃഗങ്ങളെയോ ബലിയർപ്പിക്കാൻ ആവശ്യപ്പെടുന്ന ദൈവങ്ങളെ ആരാധിക്കാൻ ഭൂരിഭാഗം ആളുകളും ഇഷ്ടപ്പെടുന്നില്ല.
അതിനാൽ ആ ദൈവങ്ങൾ ഒന്നുകിൽ നമ്മുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ പുതിയതും കൂടുതൽ സ്വീകാര്യവുമായ വ്യക്തിത്വങ്ങൾ ഏറ്റെടുക്കുന്നു. വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുകയോ അല്ലെങ്കിൽ വിപുലമായ സാമൂഹിക സ്വീകാര്യതയും പിന്തുടരൽ നേടുകയും ചെയ്തേക്കാമെന്ന് ചരിത്രം കാണിക്കുന്നു. ഉദാഹരണത്തിന് ഗണേശൻ, ഹനുമാൻ, അയ്യപ്പൻ തുടങ്ങിയ ദൈവങ്ങൾ ഈ പല പരമ്പരാഗത ദൈവങ്ങളെക്കാളും പ്രചാരത്തിലുണ്ട്. വേദകാലത്ത് അവർ താരതമ്യേന അജ്ഞാതമായിരുന്നു. ആളുകൾ കൂടുതൽ ആത്മീയരും ജ്ഞാനികളും അറിവുള്ളവരുമായി മാറുമ്പോൾ അവരെ സഹായിക്കാൻ ഭാവിയിൽ പുതിയ ദൈവങ്ങൾ ഭൗമലോകത്തേക്ക് ഇറങ്ങി വന്നേക്കാം. പകരമായി ലോകം അരാജകത്വത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ധർമ്മം പുനഃസ്ഥാപിക്കാൻ ഉഗ്രമായ ദൈവങ്ങൾ പ്രത്യക്ഷപ്പെടും. വൈദിക ദൈവങ്ങൾ പ്രകൃതിയുടെ ശക്തികൾ മാത്രമല്ല, ജീവികളുടെ ഭൗതിക ശരീരത്തിൽ അവയവങ്ങളും സൂക്ഷ്മമായ അസ്തിത്വങ്ങളുമായി നിലനിൽക്കുന്ന ശക്തികൾ കൂടിയാണ്. ശ്വാസോച്ഛ്വാസം, ഭക്ഷണദഹനം, ആത്മാക്കളുടെ പരിവർത്തനം, ജീവികളുടെ ആത്മീയ പരിവർത്തനം, വിമോചനം എന്നിവയിൽ അവർ പങ്കെടുക്കുന്നു. വേദവീക്ഷണത്തിൽ മനുഷ്യ ശരീരം ദൈവത്തിൻ്റെ സാർവത്രിക രൂപത്തിൻ്റെ ഒരു പകർപ്പാണ്. സൃഷ്ടി നിലനിൽക്കുന്ന എല്ലാ ലോകങ്ങളും ദിവ്യത്വങ്ങളും മനുഷ്യ വ്യക്തിത്വത്തിലും മറഞ്ഞിരിക്കുന്നു. അതിനാൽ അത് ബ്രഹ്മത്തിൻ്റെ ശാശ്വത ലോകത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള താക്കോലാണ്. ബ്രഹ്മത്തിലേക്കുള്ള വഴി നിങ്ങളുടെ മുന്നിലോ ഏതെങ്കിലും ക്ഷേത്രത്തിലോ അല്ല, അത് നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങൾ സ്വയം നോക്കുമ്പോൾ മാത്രമേ അത് അറിയപ്പെടുകയുള്ളൂ. വേദദേവതകളുടെ പ്രതീകാത്മക പ്രാധാന്യം ശ്രീ അർബിന്ദോ വേദങ്ങളുടെ രഹസ്യം എന്ന പുസ്തകത്തിൽ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രകടിപ്പിക്കുന്ന കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ശ്രീ അർബിന്ദോയുടെ അഭിപ്രായത്തിൽ വേദങ്ങൾ കേവലം ആചാരങ്ങളുടെ പുസ്തകങ്ങളല്ല, മറഞ്ഞിരിക്കുന്ന ധാരാളം പ്രതീകാത്മകതകൾ ഉൾക്കൊള്ളുന്നു. അതിനാൽ വേദബിംബങ്ങളെ കേവലം കാവ്യാത്മകമായ ആവിഷ്കാരമോ സാഹിത്യഭോഗമോ ആയി കണക്കാക്കരുത്. വേദങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന ദേവന്മാരും ദേവതകളും അസുരന്മാരും വിവിധ പ്രാപഞ്ചിക ശക്തികളെ പ്രതിനിധീകരിക്കുന്നു. മനുഷ്യന്റെ ബാഹികവും ആന്തരികവുമായ ലോകത്തിൽ സൃഷ്ടിയുടെ നാടകത്തിൽ അവർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ദൈവികതകൾ മനുഷ്യരിലും അവരുടെ ആത്മീയ അവസ്ഥയ്ക്ക് അനുസൃതമായി സജീവമായോ പ്രവർത്തനരഹിതമായോ നിലനിൽക്കും. ഒരു വ്യക്തി വിമോചനത്തിന്റെ പാതയിലായിരിക്കുമ്പോൾ അവൻ തന്റെ ഉള്ളിൽ ചില ദൈവങ്ങളെ വിളിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അങ്ങനെ ആ ദൈവങ്ങൾ അവന്റെ ബോധത്തിൽ സജീവമാകുകയും അവന്റെ പരിവർത്തനത്തിലും പുരോഗതിയിലും അവനെ സഹായിക്കുകയും ചെയ്യുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നിങ്ങൾ ആത്മീയ പരിവർത്തനമാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ നിങ്ങളത് സ്വയം നിറവേറ്റാൻ ശ്രമിക്കരുത്. നിങ്ങൾ നിഷ്ക്രിയരായി തുടരുമ്പോൾ ഭക്തിയുടെയും അഭിലാഷമായ അവസ്ഥയിൽ നിങ്ങൾ ദൈവങ്ങളെ, പ്രത്യേകിച്ച് മാതൃദേവിയോട് പ്രാർത്ഥിക്കണം. അവരെ വിളിച്ച് അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കുക. ഒരു കർഷകൻ വിള വിതയ്ക്കുന്നതിന് മുൻപ് കൃഷിഭൂമി ഒരുക്കുന്നത് പോലെ ആത്മാവിൻ്റെ വയലിനെ, അതായത് ക്ഷേത്രം ഉൾക്കൊള്ളുന്ന മനസ്സും ശരീരവും തയ്യാറാക്കണം എന്നാണ് ഇതിനർത്ഥം. അതിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ സന്യാസം എന്ന് വിളിക്കുന്നത്. പ്രയത്നമില്ലാതെ ജീവിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നു. അസ്തിത്വത്തിനുള്ളിൽ വസിക്കുന്ന ദിവ്യത്വങ്ങൾ പ്രാർത്ഥനയിലൂടെയും ശരിയായ പോഷണത്തിലൂടെയും ശക്തിപ്പെടുത്തണം. അങ്ങനെ അവർ ഭൗതിക അസ്തിത്വത്തിൽ നിന്നും ബോധത്തിൽ നിന്നും മാലിന്യങ്ങളും അന്ധകാരവും നീക്കം ചെയ്യുകയും പൈശാചിക സ്വാധീനത്തിൽ നിന്ന് അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. വൈദിക ദൈവങ്ങളുടെ പ്രതീകാത്മക പ്രാധാന്യം ശ്രീ അർബിന്ദോ ഇനി പറയുന്ന രീതിയിൽ വിശദീകരിക്കുന്നു. ഇന്ദ്രൻ ഉണർന്ന മനസ്സാണ്, അഥവാ പ്രകാശിതമായ മനസ്സാണ്. പ്രപഞ്ചത്തിൽ അദ്ദേഹം തന്റെ തലസ്ഥാന നഗരിയായ അമരാവതിയിൽ നിന്ന് ദേവന്മാരെ ഭരിക്കുന്ന സ്വർഗത്തിന്റെ നാഥനായി പ്രത്യക്ഷപ്പെടുന്നു. ശരീരത്തിൽ അദ്ദേഹം മനസ്സായി പ്രത്യക്ഷപ്പെടുകയും ഇന്ദ്രിയങ്ങളുടെ നാഥനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അവ ദേവതകളെ അല്ലെങ്കിൽ ഇന്ദ്രന്റെ അനുയായികളെ പ്രതിനിധീകരിക്കുന്നു. ദൈവങ്ങളെപ്പോലെ അവർക്ക് സുഖം തേടാനും വേദന ഒഴിവാക്കുവാനുമുള്ള പ്രവണതയുണ്ട്. വേദങ്ങൾ അനുസരിച്ച് അദ്ദേഹം വൃത്രൻ എന്ന അസുരനെ വധിക്കുകയും പശുക്കളെ അഥവാ ജലത്തെ ഇരുണ്ട ഗുഹയിൽ അഥവാ ഇരുണ്ട മേഘങ്ങൾ ബന്ദികളാക്കി പിടിക്കുകയും അങ്ങനെ അവൻ വരണ്ടുണങ്ങിയ ഭൂമിയെ രക്ഷിക്കാൻ ഭൂമിയിലേക്ക് ഇറങ്ങുകയും, അതായത് മഴയായി വിശപ്പും മരണവും അകറ്റുകയും ചെയ്തു. പാമ്പ് രാക്ഷസനായ വൃത്രൻ ആഗ്രഹങ്ങളുടെയും അജ്ഞതയുടെയും മനസ്സിന്റെ മാലിന്യങ്ങളെയും പ്രതീകപ്പെടുത്തുന്നു. അവർ സത്യത്തിന്റെയും അറിവിന്റെയും ജ്ഞാനത്തിന്റെയും ഇന്ദ്രിയാധിഷ്ഠിത ജീവിതത്തിന്റെ ഗുഹകളിൽ തടവിലാക്കി നമ്മുടെ ബോധത്തെ മൂടുന്നു. മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിച്ച് ആസക്തികൾ അഴിച്ചുവിട്ടാൽ ഒരാൾക്ക് ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാം. ഇന്ദ്രിയങ്ങളുടെ അധിപനായ ഇന്ദ്രന്റെ സഹായത്തോടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ആഗ്രഹങ്ങളെയും ബന്ധങ്ങളെയും അതിജീവിച്ചാൽ മാത്രമേ മരണത്തെയും പുനർജന്മത്തെയും മറികടക്കാൻ കഴിയൂ എന്ന മറഞ്ഞിരിക്കുന്ന സന്ദേശമാണ് ഇന്ദ്രന്റെയും വൃത്രന്റെയും ഐതിഹ്യം നൽകുന്ന അറിവ്. ദുഷ്ടശക്തികൾക്കെതിരായ പോരാട്ടത്തിൽ ഇന്ദ്രനെ സഹായിക്കുന്ന പരമമായ ശക്തികളാണ് വേദങ്ങളിൽ കൊടുങ്കാറ്റ് പോലുള്ള ദൈവങ്ങളായി വാഴ്ത്തപ്പെടുന്ന രുദ്രന്മാരും മരുതന്മാരും. അവർ ഇരുണ്ട മേഘങ്ങളെ ചിതറിക്കുകയും ആകാശത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. പൂർണ്ണത കൈവരിക്കുന്നതിന് ഒരു വ്യക്തി തൻ്റെ ആത്മീയ പരിശീലനത്തിലൂടെ കടന്നു പോകേണ്ട ഘട്ടങ്ങളെ ഋതുക്കൾ പ്രതിനിധീകരിക്കുന്നു. ഇന്ദ്രിയങ്ങളെ മനസ്സിലേക്ക് പിൻവലിച്ച് മനസ്സിനെ ഈശ്വര ചിന്തയിലേക്ക് നിലനിർത്തുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ മാലിന്യങ്ങളും നീക്കി ആന്തരികമായ ഉണർവ്, പ്രഭാതത്തിൻ്റെ ദേവതയും സൂര്യദേവന്റെ സഹോദരിയുമായ ഉഷസ്സിൻ്റെ പ്രഭാതം അനുഭവപ്പെടുന്നു. അവൾ ബോധത്തിന്റെ സമുദ്രത്തിൽ നിന്ന് പ്രകാശവും ചൂടും പരത്തി ഇരട്ട അശ്വിനിമാരോടൊപ്പം ശോഭയുള്ള കന്യകയായി ഉയർന്നു വരുന്നു.
ശരീരത്തിലേക്ക് ആത്മീയ ഊർജം പകർന്നുകൊണ്ട് എല്ലാത്തരം ആത്മീയ രോഗങ്ങളെയും സുഖപ്പെടുത്തുവാൻ കഴിയുന്ന ദിവ്യ വൈദ്യന്മാരാണ് അശ്വിനി കുമാരന്മാർ. ഉഷസ്സിന് ശേഷം ദൈവങ്ങളുടെ മാതാവായ അതിഥി പ്രത്യക്ഷപ്പെടുന്നു. അവളെ അനുഗമിക്കുന്നത് ആദിമ സൂര്യൻ അല്ലെങ്കിൽ പ്രകാശത്തിന്റെ ദേവനായ അതിരാവിലത്തെ സൂര്യനായ സവിത്രനാണ്. ആത്മീയ വിജയത്തിന് അത്യന്താപേക്ഷിതമായ ദൈവിക കൃപയെ അവൻ പ്രതിനിധീകരിക്കുന്നു. അപ്പോഴവൻ ഒരു ദൈവിക സ്നേഹത്തെ പ്രതീകപ്പെടുത്തുന്ന മിത്രനായി മാറുന്നു. അവൻ പ്രകാശമാനമായ മനസ്സിന്റെയും, അതായത് ഇന്ദ്രന്റെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളുടെയും മിത്രമാണ്. സത്യവും സത്യബോധവുമാണ് ദിവസത്തിന്റെയും ലോകത്തിന്റെയും ക്രമമായ പുരോഗതിക്ക് ഉത്തരവാദികൾ. ഈ ഘട്ടത്തിൽ വിവിധ ദേവതകളും പ്രത്യക്ഷപ്പെടുന്നു. സത്യദർശനത്തിന്റെ ദേവതയായ ഇള, അറിവിന്റെയും ജ്ഞാനത്തിന്റെയും ദേവതയായ സരസ്വതി, അവബോധത്തിന്റെ ദേവതയായ സരമ, വിവേചനത്തിന്റെയും കഴിവിന്റെയും ദേവതയായ ദക്ഷിണ തുടങ്ങിയവരാണവർ. അങ്ങനെ വേദങ്ങൾ പുരാതന ചിന്തകളിലൂടെയും ബിംബങ്ങളിലൂടെയും അസ്തിത്വ സത്യങ്ങളെ പ്രതീകപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ബാഹികമായി അവ ആചാരങ്ങളുടെ ഗ്രന്ഥമായി പ്രത്യക്ഷപ്പെടാം, പക്ഷേ ആന്തരികമായി അവയിൽ ധാരാളം മറഞ്ഞിരിക്കുന്ന ഉള്ളടക്കങ്ങൾ അടങ്ങിയിരിക്കുന്നു. നമ്മുടെ സ്വപ്നങ്ങളുടെ ചിത്ര സംവിധാനം പോലെ അവയെ മനസ്സിലാക്കുവാനും അറിയുവാനും നമുക്കൊരു താക്കോൽ ആവശ്യമാണ്. ത്യാഗത്തിന്റെ ആശയം വൈദിക ചിന്തകളിൽ ആധിപത്യം പുലർത്തുന്നു. വൈദിക പ്രതീകാത്മകതയുടെ കേന്ദ്രം കൂടിയാണ് ത്യാഗം. സൃഷ്ടിയുടെ വിവിധ ഭാവങ്ങളിലും രൂപങ്ങളിലും യാഗത്തിന്റെ ഘടന മറഞ്ഞിരിക്കുന്നു. അതിനാൽ അത് മനസ്സിലാക്കുന്നതിലൂടെ ഒരാൾക്ക് അസ്തിത്വത്തിന്റെ നിഗൂഢതകൾ അനാവരണം ചെയ്യുവാനും വിമോചനത്തിലേക്കുള്ള വഴി അറിയുവാനും കഴിയും. ജീവിതം തന്നെ ഒരു ത്യാഗമാണ്. അതിൽ ജീവൻ ത്യാഗവും ബലിയർപ്പിക്കലുമാണ്. ഒരു യാഗത്തിൽ അവന്റെ കർമ്മങ്ങൾ വഴിപാടും അവയിൽ നിന്നുണ്ടായ കർമ്മഫലം യാഗത്തിന്റെ അവശിഷ്ടങ്ങളുമാകുന്നു. നമ്മിൽ വസിക്കുന്ന ദേവന്മാർ ആ വഴിപാടുകൾ അഥവാ കർമ്മങ്ങൾ കഴിക്കുകയും അവയുടെ യോഗ്യതയനുസരിച്ച് നമുക്ക് ഉചിതമായ പ്രതിഫലം നൽകുകയും ചെയ്യുന്നു. പ്രിയരെ, ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിവുകളും ഇവിടെ രേഖപ്പെടുത്തുമെന്ന വിശ്വാസത്തോടെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ.